ഹലോ ഗൈസ്, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അതെ അതെ അതെ, നമ്മളിന്ന് ഒരു വെറൈറ്റി വ്ളോഗാണ് എടുക്കാൻ പോണത്, അല്ലടാ? എം ഐ റൈറ്റ്? നമ്മളിപ്പോൾ ഉള്ളത് സിഫ ബീച്ചിലാണുള്ളത്. അതെ, വിത്ത് വ്ളോഗർ അഫ്ര ആൻഡ് വ്ളോഗർ ആലിയ ആൻഡ് സിഹാൻ ഗൈസ്. ആലിയ സിഹാൻ, ഓക്കെ. ആൻഡ് അഫ്ര ഹസ്ബൻഡ് തനു. അപ്പോൾ നമ്മളൊരു വെറൈറ്റി അല്ല, നോർമൽ ഒരു വീക്കെൻഡ് നമ്മൾ ഒരു ബീച്ചിലിരുന്ന് കുറച്ച് ചിറ്റ്ചാറ്റൊക്കെ ചെയ്ത് പിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീച്ചിലേക്ക് വന്ന് നമ്മൾ കുറച്ച് 1 hour ലോങ്ങുള്ള ഒരു ബീച്ചിലാണ് വന്നിരിക്കുന്നത്. മാഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രധാന അതിഥി ഇവനാണ്. ഇവന്റെ പേരാണ് ഇവന്റെ പേരെന്താ? നേരത്തെ ചെയ്ത പേര് പേരാണ്. ഇവന്റെ പേരാ? ഇവന്റെ പേര് ഫെസിൻ. ഓക്കെ, ഫെസിൻ അഹാം റോഷൻ. അല്ലാഹു അക്ബർ. ഇതിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യണം പ്രധാന വ്യക്തി വരാം. മമ്മി വരൂ, ഈ കുട്ടിയുടെ പേര് പറഞ്ഞേ. ഫെസിൻ ഹൈം റോഷൻ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ബീച്ചിൽ പോയി പായൊക്കെ വിരിച്ച് അടുത്ത പരിപാടിയൊക്കെ വാങ്ങാം. എന്ന വഴിക്ക് നമ്മുടെ തനു ഒരു ഞണ്ടിനെ പിടിച്ചേക്കാണ്. ഫോക്കസ് ഇട്ടുണ്ടല്ലോ. ആ പവനോട് കൂട്ടാ. ഞണ്ടി തട്ടിട്ട് അതിനെ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. സ്നാക്സും ചായയൊക്കെ എടുത്തിട്ട് സെറ്റായി. നമ്മൾ ഗ്യാസൊക്കെ ഇവിടെ വന്നേക്കണം ഫുൾ സെറ്റപ്പിൽ. മുട്ട പുഴുങ്ങിയതൊക്കെയാണ് ഗൈസ് ഇവിടെ ഓരോരുത്തരും വന്നേക്കണത്. അതെ, പ്രോട്ടീൻ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ. നൈസ് വ്യൂ ആണ്. വരുന്ന വഴിക്ക് ആക്ച്വലി നമ്മളൊരു നൈസ് സൺസെറ്റിൻ്റെ ഒരു പരിപാടി കണ്ടു. ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ വ്യൂ, കിടിലം വ്യൂ. ഇവിടെ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം 3 ദിവസം മുടവൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. എടാ അതിൻ്റെ ഇത് എവിടുക്കത്? അതിൻ്റെ ആണത്. ദിസ് ഈസ് മൈൻ. നൈസ് ഫ്രെയിം. എന്താണ് ആലിയക്ക് പറയാനുള്ളത്? കോബ്ര ബീച്ച് എന്ന് പറഞ്ഞിട്ട് സിഫ ബീച്ചിലേക്ക് വന്നതിനോടുള്ള ഇതെന്താണ്? എനിക്ക് തോന്നിയ ഒരു കാര്യം, ഗോബ്ര ബീച്ചാണെങ്കിലും ഈ പറയുന്നത് ബീച്ചായിരുന്നത് ഷിഫ ബീച്ചാണെങ്കിലും ഇവിടെ ഈ മണ്ണിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനല്ലേ, പിന്നെ അവിടെ ഇരുന്നാ പോരാർന്ന. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഈ പായിട്ട് മണ്ണിൽ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അവിടെയും ഈ കാണുന്ന വെള്ളം, ഇവിടെ കാണുന്നത് ഈ വെള്ളം, അവിടെ കാണുന്നത് ഈ മണ്ണ്. തിരിഞ്ഞു പോയാ ഇവിടെയും കാണുന്നത് ഈ മണ്ണ്. നമ്മൾ ഈ യാത്ര ചെയ്ത് വരുമ്പോ മലയുടെ ഇടയിൽക്കൂടെ റോട്ടിക്കൂടെ ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര അടിപൊളിയല്ലേ അല്ലേ? കാഴ്ചകള്. നമുക്ക് യാത്ര എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള അസുഖങ്ങള് മാറ്റും എന്ന് പറയണത്. അത് തന്നെ യാത്ര വളരെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഒന്നിരിക്കുമ്പോ ഒരു ഈ മലയില്ലല്ലോ, പറഞ്ഞ പോലെ റിസോർട്ടിൽ മറ്റേ വീട്ടിൽ നല്ല വീടുണ്ടായിട്ടാണ് ഇവിടെ വല്ല കാശും കൊടുത്ത് വേറെ വീട്ടിൽ നിൽക്കണേന്നുള്ള സാധനമായി പോയാ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം. ഇതിപ്പോ എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ഒന്നും തോന്നുന്നില്ല. മല കോബ്ര ബീച്ചിൽ ഉണ്ടോ? ആ ഇല്ലായിരിക്കാം. പോണ വരെ തിന്നാളതല്ല എന്തേലും പറയും. തിന്നാളതല്ല എന്തേലും പറയും. തിന്നാളതല്ലടാ സംസാരിക്കുന്നേ. പഞ്ചസാര ഇട്ടോ. ഒരാള് നല്ല രീതിയിൽ കപ്പൊക്കെ വെച്ചിട്ട് ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീ എങ്ങനെ സെർവ് ചെയ്യാൻ പോണേ?
അതിന് എനിക്ക് ചോദിക്കാനുണ്ട്. ചായയും പാത്രവും ഗ്യാസും എല്ലാം കൊടുന്നു, എന്തുകൊണ്ട് ഗ്ലാസ് കൊടുന്നില്ല? ഗ്ലാസ് വാങ്ങാൻ മറന്നുപോയി, അതാണ് നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ട്. ഓക്കെ, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഹസ്ബൻഡിനെ വിട്ടിട്ടുണ്ട് ഗൈസ്. ഗ്ലാസും സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. എല്ലാം കിട്ടി. ക്ലാസ് ഇവിടെ അടുത്ത് കുറെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സെറ്റപ്പും എടുത്തു, എന്തുകൊണ്ട് ഗ്ലാസ് മാത്രം എടുക്കാൻ മറന്നു? അതങ്ങനെയാണ്, നമ്മൾ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും മറന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല അല്ലേ? പേടിയാട്ട കുട്ടിക്ക്. ഗ്ലാസ് ചായ ആവാല്ലേ? നല്ല ചൂടുണ്ട്. അതെ, വേണ്ടല്ലേ? ആരാ? ഞാനോ? അത് അല്ല, നമുക്കിതൊന്നും കിട്ടണമെന്നില്ല, പക്ഷെ ഒരു സന്തോഷം. ഇപ്പൊ നല്ല പുഴുക്കുള്ള ടൈമാണ്, നല്ല തണുത്ത കാറ്റുണ്ട്, പക്ഷെ പുഴുക്കുണ്ട്. മൈക്കുണ്ട്, അപ്പൊ അവങ്ങള് പറയണ കേൾക്കില്ലല്ലോ. ഒരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ, നിലാവുള്ള രാത്രി നല്ല കട്ടൻ ചായ കുടിച്ചിരിക്കാലോ. ഞാൻ പറഞ്ഞതാ, വെള്ളം മാഗി വാങ്ങും, വെള്ളം മാഗി വാങ്ങുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പറഞ്ഞതാ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എനിക്ക് എന്താ ചോദിക്കണ്ട്? പഴം വരട്ടിയതും മാഗിയിലെ പഞ്ചസാര നിന്ന് ജീവിക്കാൻ അവിടെ. ഇല്ല, കത്തിണ്ടോ നോക്കട്ടെ. അല്ല, പഴം എടുത്തിട്ടുണ്ടോ മനുഷ്യൻ? ആ, ഇതുകൊണ്ട് മുറിച്ച് പഴം ഇതാക്കി. കത്തിണ്ടോ നോക്കി ശരിക്കും നോക്കി അതിന്റെ അടിയിലും അല്ല. പഴം വരട്ടിയത് കിട്ടുമോ? ആ, കിട്ടും. ഓക്കെ, ഒരു 15 വർഷം ചോദിച്ചിട്ടുണ്ടാവും. അതെ, ഒരു 10-15 പ്രാവശ്യം വേണം. മാഗി വേണോ പഴം വരട്ടിയതാണോ? മാഗി വരട്ടാൻ വേണ്ടി മാഗിയുടെ മാ പോലും ഇല്ല ഇവിടെ. അതെ, പഴം വരട്ടിയത് കഴിഞ്ഞിട്ട് മാഗിന്റെ ആ മസാല കൂട്ടിയിട്ടൊരു മാഗി കഴിക്കാലോ എന്ന് കൊതിച്ചു പോയി. അതിന്റെ ഒടുക്കാത്ത ചോദ്യം കാരണം മാഗി വെള്ളം, മാഗി വെള്ളം ഒന്ന് ഇറങ്ങി ഇപ്പോഴും പറഞ്ഞിട്ടതാ. അപ്പൊ ഇറങ്ങിയപ്പോ പറഞ്ഞായിരുന്നു മാഗിന്ന്. ആ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു മാഗി ഇട്ടത്. അപ്പൊ മാഗി പോലും മേടിക്കാണ്ടാണ് മാഗിയുടെ പ്ലാൻ ഇട്ടത്, എനിക്ക് അറിയില്ലല്ലോ. വിചാരിക്കാതെ നമ്മളെ പറഞ്ഞു പൊന്നിന് എന്താടാ വേണ്ട, ചൂടെടുക്കണ്ടാവും. വല്ലവന് പുല്ലുവായതോ എന്ന് പറഞ്ഞ് കത്തി പോലും കൊണ്ടുവരാണ്ട് പഴം വരട്ടുന്ന നമ്മുടെ സ്വന്തം ഖനോഫ്. എന്നോട് പറയുന്നറിയോ, എക്സ്ട്രയിലെ മൊത്തം അപ്പൊ ഒരു ക്രൗഡായിരിക്കും. മേളിന്ന് ഒരു ക്യാം ഷോട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ കഴിച്ചു നോക്കാം. നമ്മുടെ തനുണ്ടാക്കിയ ഇത് കഴിക്കുന്നോ? ഏത് വേണ്ട, കഴിച്ചോ. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാം ഗൈസ്. ഇത് കഴിച്ചു നോക്കണമെങ്കിൽ ആദ്യം ക്യാമറ ഒന്ന് പിടിക്കൂ. ഒരു മിനിറ്റ് എടുക്കാം. ഏതോ യൂട്യൂബിലിടാനാ? ആ, യൂട്യൂബിലിടാനാ. ടേസ്റ്റ് ഉണ്ട്. മധുരം കറക്റ്റായിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഗുഡ്. ആ, സെറ്റാണ്. മതിയാ? തെറ്റണോ? ആ, മതി മതി. വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ലൈൻ കട്ട്. ടാറ്റ. ഫുൾ ടൈം ടാറ്റ കൊടുക്ക്. മണ്ണൂർക്കും പോണവർക്കൊക്കെ ടാറ്റ കൊടുക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഇവിടെ സമാപിക്കുകയാണ്. നമ്മളെല്ലാം പരിപാടി കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? എന്റെ കരിയറിൽ ഞാൻ അങ്ങനത്തെ ഒരു മാഗി കഴിച്ചിട്ടില്ല അല്ലേ? എന്താണ് പറയാനുള്ളത്? വളരെ നല്ല ഒരു അനുഭവം.
അനുഭവമായിരുന്നു. ഓക്കെ, എന്താണ് കഴിച്ചത് പറയാനുള്ളത്? എവിടെ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വെള്ളം ഇതിനെ പറ്റിയാണ് പറയേണ്ടത്. ഈ ഒരു ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ട്. ഇന്ന് നല്ല ദിവസമാണ്. ആ ആര്യാക്കൊക്കെ എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല. അതെ. പ്രതീക്ഷ സ്ഥലത്തല്ല വന്നിട്ട് തൊട്ടപ്പുറത്തേക്ക്. ഓക്കെ, അവര് പാരന്റിങ് ബിസിയിലാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, ഒരു ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. പുതിയ പുതിയ ഫൺ എലമെന്റ് കൊണ്ടുവരാൻ നോക്കാം. ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് മാത്രം എടുത്ത് പുതിയ പുതിയ വീഡിയോകൾ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.